പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചനവായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ കർത്താവേ, വേഗം വരണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 3. മുടന്തന് സൗഖ്യം. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കിൽ ഭിക്ഷയെ അയച്ചുകൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തബ്ധരായി. പത്രോസിൻ്റെ പ്രസംഗം. അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമൻ്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിന് ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. ജീവൻ്റെ നാഥനെ നിങ്ങൾ വധിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. സഹോദരരെ, നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. എന്നാൽ തൻ്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവീൻ. നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിൻ്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. മോശ ഇപ്രകാരം പറഞ്ഞു, ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. സാമുവേലും തുടർന്ന് വന്ന പ്രവാചകന്മാരെല്ലാവരും ഈ ദിവസങ്ങളെപ്പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രഹാത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിൻ്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ചയച്ചത്. നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണത്. പ്രിയ ദൈവജനമേ, നമുക്ക് അല്പനേരം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തെക്കുറിച്ച് ധ്യാനിക്കാം. പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷം പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് പോകുന്ന
ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അവിടുത്തെ സുന്ദരവാതിൽക്കൽ ഭിക്ഷയാചിച്ചിരുന്ന ജന്മന മുടന്തനായ മനുഷ്യനെ യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടുത്തുന്നതാണ് ഈ അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ശാക്തീകരിക്കപ്പെട്ട അപ്പോസ്തലന്മാർ വെറും ഭൗതികമായ സഹായത്തിനപ്പുറം ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതകരമായ വിടുതലാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. ദൃശ്യമായ സഭയുടെ അധികാരവും പ്രേക്ഷിത ചൈതന്യവും ലോകത്തിനു മുൻപിൽ വെളിപ്പെടുന്ന ആദ്യ നിമിഷങ്ങളിലൊന്നായി ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. മാമോദിസയിലൂടെയും മറ്റ് കൂദാശകളിലൂടെയും ലഭിക്കുന്ന ദൈവിക ജീവനും ആരാധനക്രമവും സഭയുടെ വളർച്ചയിൽ എത്രമാത്രം നിർണായകമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി ലോകത്തിനു മുൻപിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ നാം നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും ഒരു നിത്യ രക്തസാക്ഷിത്വമായി ഏറ്റെടുക്കാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും, നിങ്ങളും ഞാനും ഇന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അദൃശ്യമായ പ്രവർത്തനം ഈ അത്ഭുതത്തിലൂടെയും അതിനുശേഷം പത്രോസ് നൽകുന്ന പ്രസംഗത്തിലൂടെയും വ്യക്തമായി പ്രകടമാകുന്നു. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം സഭയ്ക്ക് ലഭിച്ച ആദ്യകാല വിജയങ്ങൾക്കിടയിലും പത്രോസ് ജനങ്ങളെ അനുതാപത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചതുപോലെ ക്രിസ്തു പീഡകൾ സഹിക്കേണ്ടിയിരുന്നു എന്ന വലിയ സത്യം പ്രവാചക വചനങ്ങളുടെ പൂർത്തീകരണമായി അദ്ദേഹം വിവരിക്കുന്നു. ദൈവത്തിൻ്റെ നീതിയും പാപത്തിന്മേലുള്ള അവിടുത്തെ ന്യായവിധിയും തള്ളിക്കളയാനാവാത്ത സത്യങ്ങളാണെന്ന് പത്രോസ് ഇവിടെ കർശനമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ അനുതപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നവർക്ക് ലഭിക്കുന്ന പാപമോചനത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഈ അധ്യായം വലിയ പ്രത്യാശയും നൽകുന്നു. പശ്ചാത്താപത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വരുമെന്ന വാഗ്ദാനം വിശ്വാസികളായ നാം ഓരോരുത്തർക്കും ആശ്വാസം പകരുന്നു. ദൈവത്തിൻ്റെ ആജ്ഞകൾ ലംഘിക്കുന്നവർക്കുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുമ്പോഴും മാനസാന്തരത്തിലൂടെയുള്ള മോചനമാണ് അവിടുത്തെ ആത്യന്തിക ലക്ഷ്യം. പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ യേശുവിൽ എങ്ങനെ പൂർത്തിയായി എന്ന് പത്രോസ് വിവരിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ഉറച്ചുപോയ ഹൃദയങ്ങളെ പിടിച്ചുലയ്ക്കാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണെന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ഹൃദയങ്ങളെ ഒരുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഈ പ്രബോധനം നമ്മെ പഠിപ്പിക്കുന്നു. ആധുനിക ലോകത്തിലെ ശാരീരികവും മാനസികവുമായ മുടന്തുകളിൽ നിന്ന് മോചനം നേടാൻ ഇന്നും യേശുവിൻ്റെ നാമത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ഈ അധ്യായം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കട്ടെ. വെള്ളിയിലേക്കും സ്വർണത്തിലേക്കും കണ്ണുനട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ യഥാർത്ഥ സമ്പത്ത് ഉദ്ധിതനായ ക്രിസ്തുവാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. സാമൂഹിക അനീതികൾക്കും പാപത്തിൻ്റെ അടിമത്തത്തിനുമെതിരെ പോരാടാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും ഇന്നും പ്രത്യേക കൃപ നൽകുന്നുണ്ട്. അത് നാം തിരിച്ചറിയണം. ദൈവം വെച്ചിരിക്കുന്ന അന്തിമ സമയത്തിന് മുൻപ് എല്ലാ ജനപദങ്ങളെയും ക്രിസ്തുവിൻ്റെ ചുവട്ടിലേക്ക് ആനയിക്കുക എന്നത് സഭയുടെ സുപ്രധാന ദൗത്യമാണ്. കർത്താവായ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടപ്പോൾ മലഞ്ചെരുവിൽ വെച്ച് മാലാഖമാർ നൽകിയ ആ വാഗ്ദാനം ഇന്നും പ്രസക്തമാണ്. അവിടുന്ന് പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന ബോധ്യം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വലിയ വേഗത ആവശ്യപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായുള്ള കാത്തിരിപ്പെന്നത് വെറുതെ ഇരിക്കലല്ല, മറിച്ച് അവിടുത്തെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തിക്കാനുള്ള നിരന്തരമായ ഓട്ടമാണ്. ഈ ചരിത്രപരമായ ദൗത്യത്തിൽ ഭാഗഭാക്കാകാൻ ഓരോ കത്തോലിക്ക വിശ്വാസിക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. പ്രിയ ദൈവജനമേ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഈ അധ്യായ ഭാഗം നമ്മെ ഉറപ്പോടെ പഠിപ്പിക്കുന്നു. സുന്ദരവാതിൽക്കൽ കിടന്നവൻ എഴുന്നേറ്റ് നടന്നത് നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ നടക്കും എന്നതിൻ്റെ അടയാളമാണ്. പ്രാർത്ഥനയിലും കൂദാശകളും അടിയുറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നമുക്കും കാത്തിരിക്കാം. അപ്പോസ്തലന്മാരുടെ ധൈര്യവും വിശ്വസ്തതയും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിലും പ്രതിഫലിക്കട്ടെ. വിശുദ്ധമായ ജീവിതത്തിലൂടെയും പരസ്നേഹ പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിൻ്റെ സഭയെ കൂടുതൽ മഹത്വപ്പെടുത്താൻ നമുക്കും പരിശ്രമിക്കാം. ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മെ താങ്ങുമെന്ന പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോകാൻ ഈ വചനഭാഗം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി മാറാനും അവിടുത്തെ രണ്ടാം വരവിനായി ഒരുക്കമുള്ളവരായിരിക്കാനും പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിഷയത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.